ശ്രീ ആർ വി ബാബു, എന്തായാലും അത്തരത്തിൽ ശ്രീ രാമൻ നായർ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ആർ വി ബാബു, എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ ഉന്നതങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണേണ്ട കാര്യമാണ്. നോക്കൂ, ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് ബുക്കുകളിൽ ക്രമക്കേട് നടത്തിയിരിക്കുന്നു. 2025 ജൂലൈ 28 വരെയുള്ള വിവരങ്ങൾ മിനിറ്റ്സിലുണ്ട്. സെപ്റ്റംബറിൽ ദ്വാരപാലക പാളി കടത്തിയ സമയത്ത് മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തലുകളില്ല. ദേവസ്വം ബോർഡ് മിനിറ്റ്സ് ബുക്കുകളിലെ ക്രമക്കേട് ഗുരുതരമാണ് എന്നാണ് ഇന്നലെ ഹൈക്കോടതി വിലയിരുത്തിയത്. മാത്രമല്ല, ഈ ദേവസ്വം മാനുവൽ അത് കാറ്റിൽ പറത്തി, അതുപോലെ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി. ഈ ദേവസ്വം ബോർഡ് ആ കൊള്ള സംഘത്തിന് എന്ത് ആണോ തോന്നിയത് അതൊക്കെ അവർ നടപ്പിൽ വരുത്തി. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര ഒരു സംഘവുമായിട്ട്, ഇങ്ങനെ വിഗ്രഹക്കടത്ത് സംഘവുമായിട്ട് ഹൈക്കോടതി ഇതിനെ താരതമ്യം ചെയ്യണമെങ്കിൽ എത്രത്തോളം ആഴത്തിലുള്ള കവർച്ചയാണ്, കൊള്ളയാണ് നടന്നത് എന്ന് വ്യക്തമല്ലേ? അല്ല, അന്വേഷണം പുരോഗതി പ്രാപിക്കും തോറും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ, പുതിയ പുതിയ കാര്യങ്ങൾ ഒക്കെ SITയുടെ അന്വേഷണത്തിലൂടെ നമ്മൾ ബോധ്യപ്പെടുകയാണ്. SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു കൊള്ള ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നു. അതിന് വലിയൊരു മാഫിയ സംഘം തന്നെ ശബരിമല കേന്ദ്രീകരിച്ച് ഈ കൊള്ളയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തി എന്നായിരുന്നു തുടക്കം മുതൽ CPMൻ്റെ നേതൃത്വവും അതേപോലെ തന്നെ ബോർഡിൻ്റെ നേതൃത്വവും. അത് പ്രശാന്തിൻ്റെ ബോർഡായാലും അല്ലെങ്കിൽ പഴയ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ വാസുവും പത്മകുമാറും ഒക്കെ പറഞ്ഞിരുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച പറ്റി എന്നായിരുന്നു. അപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം വിഷയമായിട്ടാണ് അതിനെ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥ ഭരണസമിതിക്കാർ ചിത്രീകരിക്കാൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ അന്വേഷണം അതിൻ്റെ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ SITയുടെ റിപ്പോർട്ട് സമർപ്പിച്ചതിൽ നിന്നും മനസ്സിലാകുന്നത് ഇതിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന വാസു അതിന് മുഖ്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് അസന്നിഗ്ധമായിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് വാസുവിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും വാസു ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടേ മതിയാകൂ. ഇനി SITക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലോ വാസുവിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വാസു ക്ലിയറായിട്ട് ഇതിനകത്ത് പ്രതിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇനി മറ്റാരുടെയെങ്കിലും അനുവാദം വേണോ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അനുവാദത്തിന് വേണ്ടിയാണോ SIT കാത്തിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കോടതി ഫ്രീ ഹാൻഡ് കൊടുത്തിട്ടുണ്ട് SITക്ക്. കോടതി ഏത് ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും ഭരണസമിതിക്കാരെയും അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാനോ ഒക്കെയുള്ള അനുവാദം കോടതി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ SITക്ക് എന്തോ ഒരു മടിയാണ് തോന്നുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം SITയുടെ അന്വേഷണം വളരെ മന്ദഗതിയിലേക്കാണ് ഈ തരം ഉന്നതന്മാരിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണത് എന്ന് വ്യക്തമല്ല. കാരണം വളരെ വ്യക്തമായിട്ട് കോടതി ഈ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിൽ മെമ്പർമാർ പ്രതികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഇതിനകത്ത് പ്രതിയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്ഥാപനം പ്രതിയാക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം, ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം പ്രതിയാക്കപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ദേവസ്വം ബോർഡ് ഇതിനകത്ത് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു. ദേവസ്വം ബോർഡ് ഭരണസമിതിക്കാർ ഇതിന് ഈ കൊള്ളയ്ക്ക് എല്ലാവിധ കൂട്ടുനിന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്, നമ്മുടെ കൺമുമ്പിലുണ്ട്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ദേവസ്വം ബോർഡ് സംവിധാനം എന്നുള്ളത് ഇപ്പോൾ ഈ പറയുന്ന പോലെ കുറേ ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അത് ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ ഒട്ടും ഉപയുക്തമാകുന്നില്ല എന്നുള്ളതിലേക്കാണ്. കഴിഞ്ഞ 75 ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും 75ാമത് വാർഷികമാണ്. സത്യം പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 75ാം വർഷം ആഘോഷിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അയ്യപ്പ സംഗമമൊക്കെ സംഘടിപ്പിച്ചതെന്ന് പറയുന്നത്. ഈ 75 വർഷത്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രം എടുത്തു നോക്കുക. 949 കമൻറ്റിന് ശേഷം 950 മുതൽ ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെട്ട് 75 വർഷമായിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ ചരിത്രം എടുത്താൽ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനം കൊണ്ട് ക്ഷേത്രങ്ങളുടെ ഭാഗത്ത് അതിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൽ,
അതിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ വർദ്ധിപ്പിക്കുന്നതിൽ, ക്ഷേത്രങ്ങളുടെ വികസനത്തിന് ഭക്തജനങ്ങൾ വളരെ വലിയ തോതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് വളരെ വലിയ തോതിലുള്ള വികസനങ്ങൾ നടത്തി എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥ കൊണ്ട് ക്ഷേത്രങ്ങൾക്ക് എന്തൊക്കെ നഷ്ടം സംഭവിച്ചു, അതിൻ്റെ വലിയ വിവരങ്ങൾ ഇതിനൊക്കെ പുറത്തു വന്നല്ലോ. ഓരോ ക്ഷേത്രങ്ങൾക്കും നഷ്ടപ്പെട്ട ഭൂമി, എത്ര ഭൂമി ഉണ്ടായിരുന്നു, ഇപ്പോൾ അവരുടെ കയ്യിൽ എത്ര ഭൂമിയുണ്ട്. ഞാൻ അതിൻ്റെ ജനം ടി വി ഈ ദേവസ്വം ബോർഡിൻ്റെ മാഫിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, ക്ഷേത്രങ്ങൾക്ക് നഷ്ടപ്പെട്ട ഏക്കർ കണക്കിന് ഭൂമിയെ സംബന്ധിച്ച്, നഷ്ടപ്പെട്ട മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളെയൊക്കെ സംബന്ധിച്ച് ജനം ടി വി നിരന്തരമായിട്ട് ആ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് എന്ന സംവിധാനം എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? തുടക്കത്തിൽ നമുക്കറിയാം, മന്നത്ത് പത്മനാഭനും ആർ ശങ്കരയും പോലുള്ള വളരെ പരിണതപ്രജ്ഞരായിട്ടുള്ള, വളരെ സത്യസന്ധരായിട്ടുള്ള, ആത്മാർത്ഥതയുള്ള ആളുകൾ അവർ ഈ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിലേക്ക് വരികയും ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ആധ്യാത്മിക പ്രവർത്തനങ്ങൾ, മതപാഠശാലകൾ ആരംഭിച്ച് ആധ്യാത്മിക പ്രവർത്തനങ്ങൾ നടത്താൻ, മതപ്രചരണം നടത്താൻ, ആധ്യാത്മികമായിട്ട് ഹൈന്ദവ സമൂഹത്തെ വികസിപ്പിക്കാൻ തക്ക രീതിയിലുള്ള നിരവധി പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ശ്രമിക്കുകയൊക്കെ ചെയ്തു. പിന്നീടുള്ള ദേവസ്വം ബോർഡുകളുടെ ചരിത്രം എന്താണ്? അതെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളായിരുന്നു. ആ രാഷ്ട്രീയ നിയമനങ്ങൾ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം 1250 ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുണ്ട്. 1250 ക്ഷേത്രങ്ങളിൽ, മഹാക്ഷേത്രങ്ങളടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ കോടാനുകോടി രൂപയുടെ സ്വത്ത് ഉള്ള ക്ഷേത്രങ്ങളാണ്. അപ്പോൾ കോടാനുകോടി രൂപയുടെ അസറ്റ് ഉണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്. ഈ കോടാനുകോടി രൂപയുടെ അസറ്റ്, അതേപോലെ കോടാനുകോടി രൂപയുടെ വരുമാനം ഒരു വർഷം, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുക എന്നുള്ളത് ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കപ്പെടുന്നത്? ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ നോക്കൂ, പ്രശാന്ത് നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായത് ഏത് മാനദണ്ഡത്തിലാണ്? അദ്ദേഹം CPM വന്ന ഒരു പുതിയ കോൺഗ്രസ്സുകാരനായിരുന്നു, CPM വന്നു. അദ്ദേഹത്തിന് ഒരു ഇരിക്കാനുള്ള ഇരിപ്പിടം ഏതാണ് എന്ന് CPM നോക്കുമ്പോൾ, ഈ വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിച്ച ഭാഷയാണെങ്കിൽ ഇടം കിട്ടാത്തവർക്ക് ഇടം കൊടുക്കാനുള്ള ഒരു ഇടമായിട്ട് ദേവസ്വം ബോർഡിനെ അവർ കണ്ടു. ഇപ്പോൾ കടുത്ത രാഷ്ട്രീയക്കാരൻ, അതിനപ്പുറത്തേക്ക് പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? അദ്ദേഹം ഭരണ സംവിധാനം നിർവഹിച്ച് പരിചയമുള്ള ആളാണോ? അദ്ദേഹത്തിൻ്റെ സത്യസന്ധത ആ നിലയ്ക്ക് ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരാളാണോ? എന്താണ് അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ? ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാൻ ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടേ? വിശ്വാസ സംബന്ധമായ കാര്യത്തിൽ വേണം, അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയിൽ വേണം, ഓണസ്റ്റിൽ വേണം, അതേപോലെ മറ്റ് അക്കാദമിക് ക്വാളിഫിക്കേഷൻ അതിൽ വേണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വേണ്ടേ? എന്നാൽ ഇപ്പോൾ പ്രശാന്തിന്റെ കാലാവധി കഴിഞ്ഞ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ആലോചിക്കുന്നത്? CPM ഏതെങ്കിലും ഒരു കടുത്ത CPM പ്രവർത്തകനെ, മുൻ MLA അല്ലെങ്കിൽ ഇപ്പോഴത്തെ MLA ആരെങ്കിലും, അതായത് ഒരു ഏരിയ സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അങ്ങനെയുള്ള ഒരാളെ മതി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഈ രീതിയിലേക്ക് ദേവസ്വം ഭരണത്തെ അധപ്പതിപ്പിച്ചിരിക്കുകയല്ലേ കേരളത്തിൽ. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആരാ? കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പഴയ ഒരു ഏരിയ സെക്രട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാൻ ഉള്ള യോഗ്യത പാർട്ടിയുടെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ എന്നതിലേക്ക് ദേവസ്വം ഭരണത്തെ അധപ്പതിപ്പിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇത് ഒരു കാര്യം, ഇതിന് മാറ്റം വരണം. വിശ്വാസികൾ ക്ഷേത്രം ഭരിക്കണം. ആ വിശ്വാസികൾ സത്യസന്ധരായിട്ടുള്ള, കഴിവ് തെളിയിച്ച, നല്ല ട്രാക്ക് റെക്കോർഡുള്ള ദൈവവിശ്വാസികളായ, ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള ആളുകൾ ക്ഷേത്ര ഭരണത്തിന്റെ തലപ്പത്ത് വരണം. അത് ഈ സർക്കാർ പരിഗണിക്കുമോ? ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ സർക്കാർ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് എന്നുള്ള നിലയ്ക്ക് മാത്രമായിട്ട് ദേവസ്വം ബോർഡ് ഭരണസമിതിയെ കണ്ടാൽ ഈ ചരിത്രം ഈ ശങ്കരൻ പഴയ തെങ്ങുമ തന്നെയായിരിക്കും, യാതൊരു സംശയമില്ല. ഏത് ഭരണകൂടം വന്നാലും, ഏത് ഭരണം വന്നാലും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനുള്ള സങ്കേതങ്ങളായിട്ട് അവ മാറും. അനിൽ നമ്പ്യാരെ, ഒരു വിഷയം കൂടി ഞാൻ ഈ കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ കോടതികളെ സംബന്ധിച്ചിട്ടാണ്. ഇപ്പോൾ കോടതി വളരെ ശക്തമായിട്ട് നടപടികളെടുക്കുന്നു, SITയോട് പറയുന്നു, അല്ലെങ്കിൽ ഫ്രീ ഹാൻഡ് കൊടുക്കുന്നു. എന്താ പറയുക, കോടതി മുറി ഈ അഴിമതിക്കും കൊള്ളയ്ക്കും എതിരായിട്ടുള്ള പൊട്ടിത്തെറിക്കുന്ന കേന്ദ്രങ്ങളായിട്ട് മാറുന്നു. വലിയ വലിയ പരാമർശങ്ങളൊക്കെ നടത്തുന്നു.
ഗാലറിയിലിരുന്ന് നമ്മളൊക്കെ കൈയടിക്കുന്നു, കൊള്ളാം, കോടതി ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുന്ന കോടതി. പക്ഷേ എനിക്കത്ര രോമാഞ്ചം ഉണ്ടാവുന്നില്ല കോടതിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ. കാരണം ഞാനിത് കുറേ കാലങ്ങളായിട്ട് കോടതിയുടെ ഈ നടപടികൾ നിരീക്ഷിക്കുകയും ദേവസ്വം കേസുകളെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്കത്ര രോമാഞ്ചമൊന്നും ഉണ്ടാവുന്നില്ല അനിൽ നമ്പ്യാരെ. കാരണം ഈ പറയുന്ന ദേവസ്വം ബോർഡ് സംവിധാനം ഇത്രയും അഴിമതി നിറഞ്ഞതായിട്ട് എന്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ മോണിറ്ററിംഗ് ഉണ്ടാവാൻ കാരണം? മറ്റ് ക്ഷേത്രങ്ങൾക്ക് ഇല്ലാത്ത രീതിയിൽ ദേവസ്വം ബോർഡുകൾക്ക് ഒരു ഹൈക്കോടതി മോണിറ്ററിംഗ് ഉണ്ടാവാൻ, അതിൻ്റെ ഓഡിറ്റ് അടക്കം ഉണ്ടാവാൻ കാരണം എന്താ? തുടക്കം മുതൽ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് ദേവസ്വം ബോർഡ് ഭരണത്തിൽ കടന്നുകൂടിയിട്ടുള്ള അഴിമതി, സ്വജനപക്ഷപാതം, കെടുകാര്യസ്ഥത, ഈ കാര്യങ്ങളൊക്കെ പൊതുസമൂഹം ഉയർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, അത് സത്യമാണെന്ന അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ മോണിറ്ററിംഗ് ഓഡിറ്റിലടക്കം വരാൻ കാരണം. എന്നാൽ കോടതിയുടെ കൺമുമ്പിലല്ലേ ഈ അഴിമതിയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. എൻ്റെ കയ്യിൽ ഏറ്റവും അവസാനത്തെ ഓഡിറ്റ് റിപ്പോർട്ട് 2020-21 ആണ് ഏറ്റവും അവസാനത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം ഇറങ്ങിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ കയ്യിൽ വന്നിട്ടില്ല. 2020-21 ദേവസ്വം ബോർഡ് ഇറക്കിയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം, ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയുടെ റെക്കഗ്നിഷനോട് കൂടിയിട്ടാണ് ഇറക്കുന്നത്. കോടതിക്ക് അറിയില്ലേ ഈ ആ തട്ടിപ്പും അഴിമതി നടക്കുന്നു എന്നുള്ള വിവരം? എന്തുകൊണ്ടാണ് കോടതി ഒരു നടപടി എടുക്കാത്തത്? എന്തുകൊണ്ടാണ് കോടതി ഈ ദേവസ്വം ബോർഡിനെതിരെ ആക്ഷൻ എടുക്കാത്തത്? ഇതെല്ലാം അംഗീകരിക്കുന്നത് കോടതിയല്ലേ. ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കുന്നില്ല, കാരണം എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അത് എനിക്ക് വേണ്ടി വന്നാൽ അടുത്ത തവണ പറയാം. കോടതിയുടെ പല നടപടികളും ദേവസ്വം ബോർഡിന്റെ അഴിമതിക്ക് എങ്ങനെയൊക്കെ വളം വെച്ചു എന്നുള്ളതിന് വ്യക്തമായ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, കോടതി ഗാലറിക്ക് വേണ്ടി കൈയടിക്കുന്ന കോടതിയാവരുത്. ശക്തമായ നടപടികൾ ഈ തരത്തിൽ ദേവസ്വം ബോർഡ്, സത്യത്തിൽ ഈ പ്രശാന്തിന് ഒരു നിമിഷം അവിടെ തുടരാൻ സാധ്യമാണോ? ഇറങ്ങിപ്പോകാൻ പറയണ്ടേ കോടതി? നിങ്ങൾക്ക് എത്രയോ പരാമർശങ്ങൾ മറ്റ് ഭരണകൂടങ്ങൾക്കെതിരെയൊക്കെ കോടതികൾ നടത്തിയിട്ടുണ്ട്. എന്തേ ഈ ദേവസ്വം ബോർഡിനെതിരെ ധാർമ്മികമായി ഈ ദേവസ്വം ബോർഡിനെ തുടരാൻ അവകാശമില്ല, നിയമപരമായി തുടരാൻ അവകാശമില്ല എന്നൊരു കമന്റ് എന്തേ കോടതിക്ക് പറയാൻ സാധിക്കുന്നില്ല? അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞത്, ഇതെല്ലാവരും കൂടി രാഷ്ട്രീയ താല്പര്യം ഇതിന്റെ പുറകിൽ എല്ലാവർക്കും ഉണ്ട്. ആ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ആവരുത് ഈ കേസ് പോകേണ്ടത്. ഇത് വിശ്വാസികൾ അവരുടെ ചങ്ക് തുറന്ന് ആണ് ആ കാര്യങ്ങൾ ആ ദേവസ്വത്തിന്റെ അല്ലെങ്കിൽ അയ്യപ്പന്റെ നടയിൽ അവരുടെ സമർപ്പണം നടത്തിയിട്ടുള്ളത്. അവരുടെ ജീവൻ തന്നെയാണ് അവർ സമർപ്പിച്ചിട്ടുള്ളത്. അതിനെയാണ് ഈ കാട്ടുകള്ളന്മാരെല്ലാവരും ചേർന്ന് വഞ്ചിച്ചിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം, അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.